പറയുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു പ്രൈവസി മാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് ലിറ്ററലി ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി മോളിലൂടെ പ്രമോഷൻ പർപ്പസിന് സിനിമയുടെ ഭാഗമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന സമയത്ത് ഇത്ര മുഖത്തിനോട് ക്ലോസ് ആയിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദനല്ല, ലോകത്തിൽ ആർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മൊബൈൽ ഫോണും ക്യാമറ ഇത്ര മുഖത്തിൻ്റെ അടുത്തുള്ളത് ദേഷ്യം വരായിരിക്കും. അപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ അത് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഭാഗ്യത്തിന് ക്യാമറ വാങ്ങി, നോർത്തിലൊക്കെ ആണെങ്കിൽ ക്യാമറയും ഫോണും വാങ്ങി അങ്ങനെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആരാധകനോ ഒരു ആരാധികയോ വരുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ ആണ് എന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ സെൽഫി എടുക്കാൻ ഒരു ആരാധകനോ ആരാധികയോ വന്നതല്ല, അവരവരുടെ ആ ചാനലിന് ആ വ്യക്തി അയാളുടെ ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ. ഓക്കെ, നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് 100% ശരിയാണ്. പക്ഷേ എൻ്റെ പൊന്നാര സായി, നിനക്ക് ഉണ്ണിമുകുന്ദനോട് ഇത്രയധികം സ്നേഹം എപ്പോൾ വന്നു? നമുക്കൊക്കെ അറിയാം, മാർക്കോ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ ട്രോളി റിവ്യൂ ചെയ്തവരാണ് സായി കൃഷ്ണ. അതായത് നല്ല രീതിയിൽ നെഗറ്റീവാണ് സായി കൃഷ്ണ മാർക്കൊക്കെ പറഞ്ഞത്. കണ്ണുകൊണ്ട നമുക്കൊക്കെ അറിയാം മാർക്കോ നല്ല ഒരു മൂവിയാണ്. അതൊക്കെ നമ്മൾ വിടാം. ഉണ്ണിമുകുന്ദനും സായി കൃഷ്ണയും തമ്മിൽ സായി കൃഷ്ണ ഉണ്ണിമുകുന്ദനെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നെഗറ്റീവ് പറയുന്ന സായി കൃഷ്ണക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ണിമുകുന്ദനോട് സ്നേഹം തോന്നി? എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദന് സപ്പോർട്ടായി സായി കൃഷ്ണ സംസാരിക്കുന്നു? ഒരൊറ്റ കാരണം മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അരി വാങ്ങുക, വ്യൂസ് കൂട്ടുക. അതാണ് സായി കൃഷ്ണ ചെയ്യുന്ന ഒരു ചെറ്റത്തരം എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, മുമ്പ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് സീക്രട്ട് ഏജന്റിനോട് എനിക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ ബഹുമാനം ഉണ്ടായിരുന്നു. അതായത് സീക്രട്ട് ഏജന്റിന്റെ ഓരോ കണ്ടന്റും ഞാൻ നിങ്ങളും കാണുകയാണ്. സീക്രട്ട് ഏജന്റ് ആ ഒരു താടിയും വെച്ച് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ നല്ലൊരു മികച്ചൊരു അഭിപ്രായമാണ്. നമ്മളൊക്കെ കാണുന്നുണ്ട് സീക്രട്ട് ഏജന്റ് ഹൈപ്പും ബിഗ് ബോസിന്റെ റിവ്യൂ, മൂവിന്റെ റിവ്യൂ എല്ലാം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിലേക്ക് പോയതിന് ശേഷം നമുക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന് അതായത് കാറിൽ ഇരുന്ന് മാത്രമാണ് പറയുന്ന കഴിവ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇവിടെ ഉണ്ണിമുകുന്ദന് ആയിട്ട് സായി കൃഷ്ണക്ക് ഒട്ടനവധി നിരവധി പ്രശ്നങ്ങൾ സായി കൃഷ്ണക്ക് ഉണ്ടായിരുന്നു. മാർക്കോക്ക് എന്തൊക്കെ നെഗറ്റീവാണ് മാർക്കോക്ക് സായി കൃഷ്ണ പറഞ്ഞത്. നോക്കുക, ഇന്ന് സായി കൃഷ്ണ ഉണ്ണിമുകുന്ദനെ സപ്പോർട്ടായി. അത് നമുക്കൊക്കെ അറിയാം. അതായത് ഉണ്ണിമുകുന്ദന്റെ ഈ അടുത്തായിട്ട് ഇറങ്ങിയ പുതിയ പടം നല്ലൊരു അത്യാവശ്യം നല്ല മികച്ച അഭിപ്രായം നേടിയതെങ്കിലും ആ ഒരു പടത്തിന് നല്ലൊരു കളക്ഷൻ ഇടിവാണ് സംഭവിക്കുന്നത്. അതായത് 4 ദിവസം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് 1 കോടി കളക്ഷൻ ആ സിനിമ എടുക്കുന്നത്. മാർക്കോ ഒക്കെ നമുക്കറിയാം ദിവസം 8 കോടിയും ഇങ്ങനെ ഓരോ ദിവസവും നല്ലൊരു കളക്ഷൻ നേടിയെടുത്ത ഉണ്ണിമുകുന്ദൻ സിനിമ ഒരു പുതിയ സിനിമയാകും 4 ദിവസം കണ്ട് 1 കോടിയാണ് നേടാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷനിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിമുകുന്ദൻ പോകുമ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ആരാധകരും അതുപോലെ തന്നെ മറ്റു ചാനൽ യൂട്യൂബേഴ്സുമാർ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ, അതായത് ഉണ്ണിമുകുന്ദൻ്റെ അടുത്തോട്ട് പോയി ഇങ്ങനെ സെൽഫി എടുക്കാനും അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാനും പോകുമ്പോൾ ഉണ്ണിമുകുന്ദൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയാണ്. ഓക്കെ, അത് സായി കൃഷ്ണ എന്തുകൊണ്ട് പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, പലപ്പോഴും ഉണ്ണിമുകുന്ദനെ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം കിട്ടിയാൽ ട്രോളിക്കൊല്ലുന്ന സായി കൃഷ്ണ ഇന്ന് ഉണ്ണിമുകുന്ദന് സപ്പോർട്ടുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉണ്ണിമുകുന്ദൻ, അപ്പോൾ സായി കൃഷ്ണക്ക് അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യമില്ല, ഞാനാണ് ഇതൊക്കെ പറയാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് അതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ അതായത് സായി കൃഷ്ണ പറയുമ്പോൾ അതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. നോക്കുക, സപ്പോർട്ടിങ് തെറ്റാണ്, മാർക്കറ്റിംഗ് ശരി. അതായത് ഈ കമൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഇത് സായി കൃഷ്ണ അദ്ദേഹത്തിന് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്തതാണ് എന്നാണ് ഈ കമന്റ് വഴി ഉദ്ദേശിക്കുന്നത്. അടുത്ത കമന്റ്, ഉണ്ണിമുകുന്ദനെ സപ്പോർട്ട് തെറ്റ്, ഉണ്ണിമുകുന്ദനെ വെച്ച് അരി വാങ്ങുന്നു. നോക്കുക, അപ്പോൾ നമുക്ക് ചോറ് കഴിക്കുന്ന നമുക്കൊക്കെ അറിയാം സായി കൃഷ്ണ അതായത് എല്ലാ ദിവസവും 2-3 കണ്ടന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല, അതായത് യൂട്യൂബ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഒരാഴ്ചയിൽ ഒരു 4-5-6 കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് എങ്ങനെയെങ്കിലും 100K 200K പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചിക്കിളി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഉണ്ണിമുകുന്ദനെ പൊക്കി പറഞ്ഞാൽ, അതായത് ഉണ്ണിമുകുന്ദനെ പൊക്കി പറഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ഒരു കണ്ടന്റ് അല്ലേ. അപ്പോൾ സായി കൃഷ്ണ ഉണ്ണിമുകുന്ദനെ പൊക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും വ്യൂസ് കിട്ടും.
അപ്പോൾ ഇപ്രാവശ്യം അത് പാളി. അതായത് കമന്റ് ബോക്സിൽ നല്ല രീതിയിൽ സായി കൃഷ്ണ കൊടുത്തിട്ടുണ്ട്. സായി പല കമന്റും ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സായി പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണ്. പെട്ടെന്ന് എവിടെ നിന്ന് സായിക്ക് ഉണ്ണി മുകുന്ദനോട് ഇത്ര സ്നേഹം തോന്നി? അതായത് നമുക്കൊക്കെ അറിയാം, സായി കൃഷ്ണ മാർക്കോ ഇറങ്ങിയതിന് ശേഷം, മാർക്കോക്ക് നല്ല നെഗറ്റീവ് വന്നതിന് ശേഷം എല്ലാവർക്കും അറിയാം, അതായത് സായി കൃഷ്ണ ഉണ്ണി മുകുന്ദനോട് ചെയ്തത് സായി കൃഷ്ണയുടെ പ്രതികാരമാണ് ചെയ്തത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ സായി കൃഷ്ണ ഉണ്ണി മുകുന്ദനെ വെച്ച് പൈസ ഉണ്ടാക്കുക മാത്രമാണ് സായിയുടെ ലക്ഷ്യം.